നമസ്തേ. ഗുരുവര്യൻ ഇതുപോലെ ലഭിക്കുമോ? കുലത്തിനു ഗുരുഭക്തി ഇല്ലാതാർക്കും കുശലമാമോ? 30ാമത്തെ ശ്ലോകത്തിലെ ആശാൻ എല്ലാവരെയും മാടി വിളിച്ചതിന് ശേഷം ഒരു വലിയ ചോദ്യം വിട്ടുകൊടുക്കുകയാണ്. ചോദ്യചിഹ്നമായി നമ്മുടെ മുമ്പിൽ ഗുരുവിനെ അവതരിപ്പിക്കുകയാണ്. ഗുരുവര്യൻ ഇതുപോലെ ലഭിക്കുമോ? കുലത്തിനു ഗുരുഭക്തി ഇല്ലാതാർക്കും കുശലമാമോ? ജീവിതത്തിന്റെ കുശലതയ്ക്കു വേണ്ടി, നന്മയ്ക്കു വേണ്ടിയാണല്ലോ എല്ലാവരും എല്ലാം ചെയ്യുന്നത്. രാപകലില്ലാതെ കഷ്ടപ്പെടുന്നത് എന്തിനാണ്? ജീവിതത്തിലെ ഒരു നന്മയുണ്ടാവണം, ശ്രേയസ്സുണ്ടാവണം, പ്രേയസ്സുണ്ടാവണം, ഒരു കുശലത, എല്ലാവർക്കും സന്തോഷവും സൗകുമാര്യവും ഒക്കെ വരണമെന്നുള്ള ആഗ്രഹമാണ് എല്ലാവരുടെയും പ്രവൃത്തിയുടെ പിന്നിലുള്ള പ്രചോദക ഭാവത്തിൽ നിൽക്കുന്ന കാര്യം. നമ്മളെ പ്രചോദിപ്പിക്കുന്ന എന്താണ്? നാളത്തേക്കുള്ള നമ്മളുടെ ആ ഒരു പ്രോസ്പെരിറ്റിയെക്കുറിച്ചുള്ള ആ ഒരു അംബീഷനാണ്. നമ്മൾ ആഗ്രഹിക്കുന്നത് എനിക്ക് നാളെ നല്ല വീടുണ്ടാവണം, നല്ല കുടുംബമുണ്ടാവണം, സ്വസ്ഥതയുണ്ടാവണം, ശാന്തി ഉണ്ടാവണം. ആ ഒരു കുശലതയ്ക്ക് വേണ്ടിയാണ് എല്ലാവരും കർമ്മങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് നിരന്തരം. പക്ഷെ ഏറ്റവും വലിയ കുശലത, ആ ഒരു നന്മ എങ്ങനെയാണ് ലഭിക്കുക? ഗുരുഭക്തി ഇല്ലാതായാൽ ഈ കുശലത ലഭിക്കുമോ? ഈ ഒരു സന്തോഷം, ഈ ഒരു ആനന്ദം ജീവിതത്തിൽ ഉണ്ടാവണമെങ്കിൽ അതിനു വേണ്ട പ്രധാന കാര്യം ഗുരുഭക്തി തന്നെ. ഗുരുഭക്തി ഇല്ലാതായാൽ അവന്റെ ജീവിതത്തിൽ മറ്റെന്തൊക്കെ കിട്ടിയാലും ഒരു സംതൃപ്തിയോ ശാന്തതയോ ഒരു ആന്തരികമായിട്ടുള്ള ഒരു ശീതളിമ, ഒരു തണുപ്പ് എന്നുള്ള ആ ഒരു ഭാവം, ഒരു കുളിർമ ലഭിക്കുവാൻ സാധ്യതയില്ല. അത് കിട്ടണമെങ്കിൽ ഗുരുക്കന്മാരുടെ വചസ്സുകൾ കേട്ട് ആ മാർഗത്തിൽ സഞ്ചരിച്ച് ഗുരുജീവിതം തന്റെ ജീവിതമാക്കി മാറ്റിയെടുക്കുവാൻ സാധിക്കുമ്പോഴാണ് അത് ഉണ്ടാകുന്നത്. അപ്പോൾ ഗുരുഭക്തിയാണ് ഏറ്റവും ശ്രേഷ്ഠമായ കാര്യം. ഗുരു എത്ര വലുതാണ്, ഗുരു സമം വലുത് ദൈവം എന്നൊക്കെ കണ്ടു. ഗുരുവിനോടുള്ള ഭക്തി, വലുതിനോട്, ഏറ്റവും ശ്രേഷ്ഠതയോടുള്ളത്, ഏറ്റവും വലുതെന്ന് പറയുന്നത് ഈശ്വരനാണല്ലോ. ഈശ്വരൻ സമം ഗുരു, അല്ലെ? ഗുരു സമം ഈശ്വരൻ, ഗുരു സമം ദൈവം. അപ്പൊ ആ ഗുരുഭക്തി എന്ന് പറഞ്ഞാൽ എന്നോട് തന്നെയുള്ള ഭക്തിയാണ് വാസ്തവത്തിൽ. അത് വെച്ചാൽ ഗുരുവായിട്ടോ ദൈവമായിട്ടോ ഇരിക്കുന്നത് എവിടാണ്? ചൈതന്യമായിട്ട് ഉള്ളിലിരിക്കുകയാണ്. എന്റെ ഉള്ളിന്റെ ഉള്ളില് അന്തര്യാമിയായിട്ട്, സർവ്വലോകാന്തര്യാമിയായിട്ട് തന്നെ ഇരിക്കുന്നു ആ ചൈതന്യ രൂപത്തിലിരിക്കുന്ന ദൈവം. അതെന്റെ വ്യക്തി ജീവിതത്തിലേക്ക് വന്നപ്പോൾ അതിന് ജീവൻ എന്നും പറഞ്ഞു. അത് സമഷ്ടിയായിട്ട് വന്നപ്പോൾ അതിന് ബ്രഹ്മം എന്നോ ദൈവം എന്നോ ഈശ്വരൻ എന്നോ പറഞ്ഞു. അപ്പൊ സർവ്വലോകാന്തര്യാമിയാം താപക ചൈതന്യമാണ് എന്നിലേക്ക് വരേണ്ടത് എന്ന് പ്രാർത്ഥിക്കാൻ ഒരുവന് സാധിക്കുമ്പോൾ അവന് ഗുരുഭക്തി ഉണ്ടായി. അവന്റെ ജീവിതം കുശലതയോട് കൂടിയതായി തീർന്നു. അങ്ങനെ ആ കുശലഭാവം ഉണ്ടാകുവാനായിട്ട് ഗുരുവനുഗ്രഹം തന്നെ മാർഗം, മറ്റൊരു മാർഗമില്ല. നാന്യപന്ഥ അയനായ വിദ്യതേ എന്ന് പറയും. മറ്റൊരു മാർഗമില്ല. ഇപ്പൊ ഗുരുഭക്തി വേണം. ഇതാ ഗുരുഭക്തി നമുക്ക് ആവോളം തന്ന ഒരു മഹാപുരുഷൻ, ഒരു ഗുരു നമ്മോടൊപ്പം ഉണ്ടായിരുന്നു, ഇപ്പോഴുമുണ്ട്. ഇതേപോലെ ഒരു ഗുരുവിനെ ഒരു കുലത്തിന്, ഒരു സമൂഹത്തിന് ലഭിക്കുമോ? ഗുരുവര്യൻ ഇതുപോലെ ലഭിക്കുമോ കുലത്തിന്? മനുഷ്യകുലത്തിന് ലഭിച്ച വലിയ സമ്പാദ്യമല്ലേ ഈ ഗുരുവര്യൻ. ഗുരുവര്യൻ എന്ന് പറഞ്ഞാൽ ശ്രേഷ്ഠനായ ഗുരു. ഗുരുവര്യൻ ഇതുപോലെ ലഭിക്കുമോ? ഇതേപോലെ ഒരു ഗുരുവിനെ നമുക്ക് എപ്പോഴെങ്കിലും കിട്ടാൻ സാധ്യതയുണ്ടോ? ഇല്ലേ ഇല്ല എന്ന് ഇവിടെ കുമാര മഹാകവി അടിവരയിട്ട് പറയുകയാണ്. കാരണമെന്ത്? മുൻപറഞ്ഞ ഈ 29 ശ്ലോകങ്ങളിൽ കൂടി ഗുരുവിന്റെ മഹിമാതിരേകം വിവിധമായ രൂപഭാവങ്ങളിൽ വിവരിച്ചു തന്നു ഓരോരുത്തർക്കും. എന്നിട്ടാണ് പറയുന്നത് ഇതേപോലെ ഒരു ഗുരുവിനെ നിങ്ങൾക്ക് ലഭിക്കുമോ? ലഭിക്കുകയേയില്ല. ഒരു കുലത്തിന്റെ, ഒരു സമൂഹത്തിന്റെ ഉയർച്ചയ്ക്ക്, വളർച്ചയ്ക്ക് വേണ്ടത് ഗുരുഭക്തി ഇല്ലാതെ വന്നാൽ ആ സമൂഹം തളർന്നു പോകും, കുശലതയുണ്ടാകില്ല. അപ്പൊ മനുഷ്യ സമൂഹം എന്തു ചെയ്യണം? ഗുരുവാക്യങ്ങൾ കേൾക്കുവാൻ ശ്രദ്ധിക്കണം, ഗുരുവചനങ്ങൾ കേൾക്കണം. ഗുരു എല്ലാറ്റിനും ആശ്രയമായിട്ട് നിൽക്കുന്ന ഈശ്വര ചൈതന്യമായിട്ട് വർത്തിക്കുന്ന സത്തയാണ്.
അല്ലാതെ കേവലമായിട്ടുള്ള ആ മാംസാസ്ഥിമയമായ ശരീരമായിട്ട് ഗുരുവിനെ കാണരുത്. ആ ഗുരുത്വം എന്താണെന്ന് മനസ്സിലാക്കി ആ ഗുരുത്വത്തിലേക്ക് പോവാനുള്ള കാര്യങ്ങൾ ചെയ്യുക. ഗുരുത്വത്തിൽ നിന്ന് അകന്നു പോവാനുള്ള കർമ്മങ്ങൾ ചെയ്താൽ ജീവിതത്തിലെ ഒരു സുഖമില്ലായ്മ, സന്തോഷമില്ലായ്മ ഉണ്ടാവും. ഭാരതീയ സങ്കല്പത്തിലെ ഗുരുത്വം എന്ന് പറയുന്നത് വലിയ പ്രാധാന്യമുള്ളതാണ്. ഈ ഗുരുത്വത്തിന്റെ പ്രതീകാത്മകമായിട്ടാണ് നമ്മൾ ഈ സാധാരണ ആളുകളെ, ഗുരുക്കന്മാരായിട്ടുള്ള ഗുരുസ്ഥാനീയരായിട്ടുള്ള ആളുകളെ നമസ്കരിക്കുന്നത് പോലും. പക്ഷെ നമുക്കിപ്പോൾ അതിന്റെ ആവശ്യമില്ല. ഇവിടെ ഇതാ ഗുരു തന്നെ, സാക്ഷാൽ പരബ്രഹ്മമൂർത്തിയായ ഗുരു തന്നെ നമ്മളുടെ മുമ്പിൽ ഇഷ്ടദേവതയായിട്ട്, നമ്മുടെ ആരാധനാ മൂർത്തിയായിട്ട് നിൽക്കുന്നു. ഇതിനേക്കാൾ വലിയൊരു ഭാഗ്യം എന്താണ് ഒരു സമൂഹത്തിന് ലഭിക്കുവാൻ? ഒന്നുമില്ല. നമുക്കിതിൽ പരം ദൈവം നിനക്കിലുണ്ടോ എന്ന് ചോദിച്ചു. ദൈവരൂപത്തില്, അല്ലെ ദൈവം തന്നെ രൂപം പ്രാപിച്ച് നമ്മുടെ മുമ്പില് മൂർത്തിമത്തായിട്ടുള്ള ബ്രഹ്മമായിട്ട് ഗുരു വിരാജിക്കുന്നു. അപ്പൊ ഇതിനേക്കാൾ ശ്രേഷ്ഠനായ ഒരു ഗുരുവിനെ, വര്യൻ ശ്രേഷ്ഠൻ, ഇത്ര ധന്യത തികഞ്ഞ ഒരു സാർവഭൗമനിൽ പോലും കാണാത്ത ആ ഒരു ധന്യതയുണ്ടായിരുന്ന മഹാപുരുഷനെ ഗുരുവിലല്ലേ കാണാൻ സാധിക്കുന്നത്? കിലാലവായുവല്ല കോലാഹലമായി ഈ ഭുവനത്തില് സാധാരണ ജനങ്ങളോടൊപ്പം വർത്തിച്ചപ്പോഴും അവിടുന്ന് ആത്മസാമ്രാജ്യത്തെ ഗരുഡനായിട്ട് ഉയർന്നു പറന്നിരുന്നു. വൃത്തിയില്ലാത്തവരോടൊപ്പവും പഠിപ്പില്ലാത്തവരോടൊപ്പവും സംസ്കാരശൂന്യമായിട്ടുള്ള ഒരു വിഭാഗത്തോടൊപ്പം ഏറെ ആളുകളോടൊപ്പം ഗുരു കഴിയേണ്ടി വന്നു. പക്ഷെ അവരിലെ സംസ്കാര സമ്പന്നത നിറച്ചു വെച്ചു ഈ ഗുരു. ഇതുപോലെ വേറൊരു ഗുരു തയ്യാറാകുമോ താഴേക്ക് ഇറങ്ങി വരാൻ? പരമപരിശുദ്ധനായവൻ, അതിവിശുദ്ധനായ ഒരു പുണ്യാത്മാവ്. പക്ഷെ പാവങ്ങളുടെ കുടിലിലേക്ക് ഇറങ്ങി വന്ന് അവർക്ക് വേണ്ടതൊക്കെ ചെയ്തു കൊടുത്തില്ലേ? രോഗം ബാധിച്ച് പുലച്ചാളയിൽ കിടന്ന പുലയനെ അവന്റെ വീട്ടിൽ ചെന്ന് അവനെ കുളിപ്പിച്ച് അവന്റെ മുറിവിലെ എണ്ണ പുരട്ടി അവനെ ആശ്വസിപ്പിക്കുവാൻ വേറൊരു ഗുരു ഈ ലോകത്ത് വന്ന് അവതരിച്ചോ? സവർണനായിട്ടുള്ളവൻ, ആഢ്യനായിട്ടുള്ളവൻ, പഠിപ്പിന്റെ ഗർവോടുകൂടി വന്നവനെ, അവനേറ്റവും ദോഷമായിട്ട് തീരാവുന്ന ആ ഗർവ് ശമിപ്പിക്കുവാൻ വേണ്ടി അവനോട് കാരുണ്യം കാണിച്ച മറ്റൊരു ഗുരുനാഥൻ ഈ ലോകത്തിലുണ്ടോ? ലോകത്തിലെ നിരവധി സംഘടനകളുടെ നെടുതായത്വം വഹിക്കുന്ന ഒരു സംഘടനയ്ക്ക് ഒരു ഉപാഭാവം നൽകുവാൻ, ബീജാഭാവം നൽകുവാൻ അവിടുന്ന് കരുണ കാണിച്ചില്ലേ? ഇതേപോലെ മറ്റൊരു ഗുരുവിനെ നമുക്കിവിടെ കാണാം. പാവപ്പെട്ട ആളുകളുടെ അടുത്ത് ചെന്ന് അവർക്ക് വേണ്ടതൊക്കെ കൊടുക്കുന്നു, അവരുടെ കുടിലെത്തുന്നു. കൊട്ടാരത്തിലെത്തേണ്ട ആവശ്യമുണ്ടെങ്കിൽ അവിടെയും എത്തുവാൻ അവിടത്തേക്ക് മടിയുണ്ടായിരുന്നില്ല. ഇപ്പൊ സർവ്വജനങ്ങൾക്കും പണ്ഡിത ഭാമര ഭേദമന്യേ, പഠിപ്പുള്ളവൻ പഠിപ്പില്ലാത്തവൻ എന്നുള്ള വ്യത്യാസമില്ലാതെ അവിടുന്ന് ലോകത്തെ മുഴുവൻ പ്രേമിച്ചു, സ്നേഹിച്ചു, അനുഗ്രഹിച്ചു. അപ്പൊ ഇതേപോലെ ഒരു ഗുരുനാഥനെ, ഗുരുവര്യനെ നമുക്ക് കിട്ടുവാൻ വേണ്ടി നമ്മൾ എന്ത് തപസ്സാ ചെയ്തത്? ഏതോ ഒരു പുണ്യത്തിന്റെ ആധിക്യം കൊണ്ട് നമുക്കൊക്കെ ഗുരുവചനം കേൾക്കുവാനും ഗുരുവിനെ അറിയുവാനും ഗുരുമാർഗത്തിലൊന്ന് സഞ്ചരിക്കുവാനുള്ള ഒരു ശ്രമം ചെയ്യുവാനുമുള്ള ഒരു ഭാഗ്യം കിട്ടിയെങ്കിൽ അത് അങ്ങേയറ്റത്തെ ഗുരുകാരുണ്യമായിട്ട് തന്നെ കാണുക. ഗുരുഭക്തിയുടെ മാർഗത്തിൽ ശരിയായിട്ട് ചരിക്കുക. നമ്മൾ ഈ സ്വാമി തിരുനാൾ വഞ്ചിപ്പാട്ട് പഠിച്ചത് എന്തിനു വേണ്ടിയാണ്? ചുമ്മാതെ ഒന്ന് പാടി രസിക്കുക എന്നുള്ള ഉദ്ദേശമല്ല ഇതിന്റെ പിന്നിലുള്ളത്. ഈ ഗുരുവിന്റെ ശ്രേഷ്ഠത, അപ്രമേയത അതൊക്കെ മനസ്സിലാക്കി ആ ഗുരുമാർഗത്തിൽ സധൈര്യം ചലിക്കുവാൻ, യാത്ര ചെയ്യുവാനുള്ള ആർജവം, തന്റെ ഇടം സമ്പാദിക്കുന്നതിന് വേണ്ടിയാണ്. ഗുരു സധൈര്യം ഏതൊരു മാർഗത്തിലാണോ ഇറങ്ങിയത്, സത്യത്തിന്റെയും ധർമ്മത്തിന്റെയും നീതിയുടെയും ദയയുടെയും ശാന്തിയുടെയും മാർഗത്തിൽ ഈ ശാന്തിദൂതൻ തന്റെ ഇടത്തോടുകൂടി ഇറങ്ങിത്തിരിച്ച് ആ ശാന്തി കരഗതമാക്കിയെങ്കിൽ എനിക്കും നിങ്ങൾക്കും ഇത് കരഗതമാക്കി തരുവാൻ വേണ്ടി ഈ ഗുരുവര്യൻ നമ്മോടൊപ്പം ഇപ്പോഴും ഇതാ കനിവോടുകൂടി നിൽക്കുന്നു. നമ്മുടെ നികടത്തിലെത്തി നമ്മളോട് ചെവിയിൽ മന്ത്രങ്ങൾ ഓതിത്തരുന്നു. അതൊന്ന് കേൾക്കാൻ മനസ്സുണ്ടായെങ്കിൽ നമ്മളുടെയൊക്കെ ജീവിതം ധന്യമായി. അതുകൊണ്ട് നമിക്കുവിൻ സഹചരേ നിയതമീ ഗുരുപാദം. ഈ ഗുരുപാദം തന്നെ നമിക്കാൻ നമുക്ക് സാധിക്കണം. എന്റെ സഹജാതരായിട്ടുള്ളവരെ,
ഇതിൽ പരം ദൈവം നമുക്കുണ്ടാവാനില്ല. ഇതേപോലെ ഒരു ഗുരുവര്യനെ ഒരു സമൂഹത്തിന് കിട്ടുക പ്രയാസം. ഇതേപോലെ കുശലമായിട്ടുള്ള ഗുരുഭക്തി കിട്ടാനുള്ള പുണ്യാവസരം മുമ്പിലുണ്ടായിരിക്കുമ്പോഴും അതിനെയൊന്നും തട്ടിത്തെറിപ്പിച്ച് കളയാതെ ആ ഗുരുഭക്തി സംശീകരിച്ച് ഗുരുമാർഗത്തിൽ ചരിച്ച് ഗുരുപദത്തിൽ ചരിച്ച് ഗുരുവിന്റെ വഴി എന്താണെന്ന് മനസ്സിലാക്കി ആ ഗുരുകാരുണ്യം നേടുവാൻ ഏവർക്കും ഗുരുരൂപത്തിലുള്ള അനുഗ്രഹം ഉണ്ടാവട്ടെ. നന്ദി.